റെസിസ്റ്റൻസ് ബാൻഡ് വെച്ച് നമുക്ക് എങ്ങനെ ഷോൾഡർ മൊബിലിറ്റി കൂട്ടാം, പിന്നെ റൊട്ടേറ്റഡ് കഫിനെ ഒന്ന് ട്രെയിൻ ചെയ്യാം അത് നോക്കാം. ഫസ്റ്റ് എക്സസൈസ് ആണിത്. ഇതിൽ നമ്മൾ ജസ്റ്റ് ബാൻഡിനെ ഇതേപോലെ നേരെ പിടിക്കുന്നു. ഓക്കെ, പിന്നെ താഴെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് സ്ട്രെച്ച് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയതിനു ശേഷം ഫുൾ റൊട്ടേഷൻ ബാക്കോട്ട് 1 2 3 4. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് സെയിം ഇതിൽ തന്നെ നമ്മൾ എത്ര അടുത്തോട്ട് പിടിക്കുന്നോ അത്രയും അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. ഈ ഒരു പൊസിഷനിൽ നമ്മളിങ്ങനെ പിടിക്കാവുന്നതാണ്. ഇങ്ങനെ പിടിച്ചതിന് ശേഷം താഴോട്ടും വലിക്കുക, മേലോട്ട് വലിക്കുക. 2 3 4. താഴോട്ട് വലിക്കുമ്പോൾ ഈ കൈ കൊണ്ട് താഴോട്ട് വലിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സ്ട്രെച്ച് വരണം ഷോൾഡറിൽ, മേലത്തെ കൈയിൽ. പിന്നെ മേലോട്ട് വലിക്കുമ്പോൾ ഈ കൈ കൊണ്ട് മേലോട്ട് വലിക്കുക, താഴെ നിങ്ങൾക്ക് ആ സ്ട്രെച്ച് ഫീൽ ആവണം. ഓക്കെ, 1 2 1 2. അടുത്ത കൈ കൊണ്ട് സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യാം. 1 റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ച് നമ്മൾ ഒരു ആങ്കറിങ് പോയിന്റ് എവിടെയെങ്കിലും ഇവിടെ റിംഗ് ആണ്. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ പിടിക്കുക. ഷോൾഡറിൻ്റെ ലെവലിൽ നമ്മൾ ഇത് ഷോൾഡർ ലെവലിൽ. ഓക്കെ, ഈ ഷോൾഡർ ലെവലാണ്. ഇനിയാണ് നമ്മൾ ബാക്കോട്ടേക്ക് എക്സ്റ്റേണൽ റൊട്ടേഷനാണ്. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ നേരെ ബാക്കോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വേണ്ടി പിടിക്കുക, രണ്ടായും പിടിക്കുക. ഇങ്ങനെ ഈ ഒരു ഭാഗം മൂവ് ആകാൻ പാടില്ല, ജസ്റ്റ് ഈ ഒരു ഭാഗം. ഓക്കെ, 1 2. കൈൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇടുന്നു ബാൻഡ്. ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചും കൂടെ ദൂരെ പോയിട്ട് റെസിസ്റ്റൻസ് കൂട്ടാവുന്നതാണ്. അത് പുറത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുക. 1 2. ഇതിനെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സാധനം വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് എലിവേറ്റ് ചെയ്യാം. ഇങ്ങനെ എലിവേറ്റ് ചെയ്തിട്ട് ആ റൊട്ടേറ്റഡ് കഫിൻ്റെ ഒരു ആംഗിൾ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി എലിവേറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു പൊസിഷനിൽ വെക്കുന്നു. എന്നിട്ട് 1 2. ഇത് വളരെ എഫക്റ്റീവായ എക്സസൈസ് ആണ്. 3 4. നിങ്ങൾ അകത്തേക്ക് പോകുമ്പോഴും കോൺസെൻട്രിക് ഫേസിലായാലും ശരി, ഇസെൻട്രിക് ഫേസിലായാലും ശരി, നിങ്ങളെ ഫുൾ ആ ഒരു ടെൻഷൻ ഫീലായിട്ട് തന്നെ ചെയ്യണം. ബാൻഡ് നിങ്ങൾ കൈൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ചുറ്റിക്കും. ചുറ്റിയതിന് ശേഷം ഈ ഒരു പൊസിഷനിൽ ചുറ്റിയതിന് ശേഷം കൈ നേരെ വെക്കുക. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ നമ്മൾ സാധാരണ റോയിങ് എക്സസൈസ് ചെയ്യുന്ന പോലെ ഈ ഒരു പൊസിഷനിലേക്കാണ് വരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഈ ഒരു പൊസിഷനിൽ പിടിക്കുന്നു, ഇങ്ങനെ പിടിക്കുന്നു. ഓക്കെ, പിടിച്ചതിന് ശേഷം അത് എക്സ്റ്റേണലി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. എന്നിട്ട് പുഷ് ചെയ്യുന്നു. ആദ്യം തിരിച്ച് അതേ പൊസിഷനിൽ വരുന്നു, റിലീസ് ചെയ്യുന്നു. ഓക്കെ, 1. ഇതാണ് 1 ഫുൾ കൗണ്ട്. ഓക്കെ, 1 ഫുൾ എക്സ്പാൻഡ് പൊസിഷനിൽ നിന്ന് പോകുന്നു, റിലീസ്. 2. ഇതാണ് നമ്മൾ ഷോൾഡർ മൊബിലിറ്റി പ്ലസ് റൊട്ടേറ്റഡ് കഫ് ഇഞ്ചുറി റീഹാബിലിറ്റേഷൻ ആയാലും ശരി, റൊട്ടേറ്റഡ് കഫിൻ്റെ ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാനും അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനും നമുക്കിത് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്നാൽ ഇതേപോലെ തന്നെ വീഡിയോസുമായി പിന്നെ കാണാം. അതായിരിക്കും ബൈ.